വെച്ചാൽ അവർ പാവമല്ല, അവർ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ഒരു ഒതുങ്ങിയ കുടുംബമാണ്. അവർ ആരോടും ആദ്യം മിണ്ടത്തില്ല, എപ്പോഴും കയറ്റടച്ച് വീട്ടിനകത്താണ് ഇരിക്കുന്നത്. പിന്നെ അവിടെ ചെന്ന് തൂത്തൊക്കെ വാറുമ്പോൾ അടുപ്പം ആ ഒരു സ്നേഹം കൊണ്ടേ എനിക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾ കൊച്ചുനാളോട്ട് കണ്ട് വളർന്നവരൊക്കെയാണ്. അതുപോലെ തന്നെയാണ് ആ പിള്ളേരും, നല്ല സ്വഭാവമുള്ളതാണ്. പക്ഷേ ഇങ്ങനെ എന്തിനു ചെയ്തെന്ന് കേട്ടാൽ അത് അവൻ മാത്രമല്ലേ അറിയാവൂ. പക്ഷെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കൊച്ചല്ല എന്ന് നമുക്ക് തോന്നുന്നു. അമ്മയോടൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. വെള്ളം തന്നെ വേണമെങ്കിലും ചോദിച്ച് വാങ്ങിക്കും. എന്ന് വെച്ചാൽ ഒരു പാവയെ കൊണ്ട് നടക്കും പോലെയാണ് ആ തള്ള ആ കൊച്ചുങ്ങളെ കൊണ്ട് നടന്നിട്ടുള്ളത്. 4-5 വർഷം കൊണ്ട് ഞാൻ വരണം. എനിക്ക് ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ഒക്കെ അവൾ എനിക്ക് കാശ് തരും. പാവമാണ്. ഒരു പെൺകുട്ടി ഇവിടെ വന്നു എന്ന് പറയുന്നത് കൂട്ടിക്കൊണ്ടുവന്നു അറിഞ്ഞൂടാ. അത് ഇന്നലെയാണ് ഞാൻ ഇത് അറിയുന്നത്, ഈ പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നെന്ന്. എന്തിനാണ് ഈ അഫാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ഒന്നും അറിഞ്ഞത്തില്ല. ഒരു പ്രശ്നമുള്ളതായി അങ്ങനെ ഒരിക്കലും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതിനെപ്പറ്റി എന്താ പറഞ്ഞിട്ട് പോലും എനിക്ക് അസ്സലാമു അലൈക്കും. കേരളം ഇന്നലെ കണ്ട ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ 5 കൊലപാതകങ്ങളാണ് അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത്. തീർച്ചയായിട്ടും മനുഷ്യ മനസാക്ഷിയുടെ ഉള്ളിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവരുടെ ബുദ്ധിക്ക് ദഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളാണ് അഫാൻ ചെയ്തു വെച്ചത്. പിതാവിന് വിദേശത്ത് അബാധ്യമായ കടബാധ്യത, അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ ഉമ്മാക്ക് ക്യാൻസറും അതിൻ്റെ ചികിത്സാ ചെലവും, അനുജനാണെങ്കിൽ അതിനുള്ള പഠന ചെലവ്, അതുപോലെ തന്നെ നിത്യച്ചെലവിനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ സ്നേഹിച്ച പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, ഇത് എല്ലാം കൂടി നമ്മുടെ അഫാൻ്റെ മനസ്സിൽ വലിയ ഒരു കൊടിയ ഒരു നിരാശ തന്നെയാണ് ഉണ്ടാക്കി വെച്ചത്. അതിനിടയിലാണ് ഉമ്മാൻ്റെ ഒരു ആലോചന, കൂട്ട ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു ആലോചന. ഇത് എല്ലാം കൂടി അഫാൻ അവൻ്റെ തലയിലേക്ക് എടുത്തു വെക്കുകയും അഫാൻ അവസാനം ഒരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ എങ്ങാൻ ആത്മഹത്യയിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു പോയാലോ എന്ന് വിചാരിച്ച് എല്ലാവരെയും ഞാൻ തന്നെ കൊന്നേക്കാം എന്ന് അഫാൻ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെയാണ് അഫാൻ ആദ്യമായി രാവിലെ 11 മണിക്ക് സ്വന്തം ഉമ്മാൻ്റെ കഴുത്തിൽ ഷാൾ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിലത്തടിച്ച് കൊല്ലാൻ വേണ്ടിയുള്ള ആദ്യത്തെ ശ്രമം. അതിനുശേഷം ഉമ്മാൻ്റെ റൂമിൽ പൂട്ടിയിട്ട ശേഷം മകൻ അടുത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവിടെ നിന്ന് 1500 രൂപ കടമെടുത്തതിന് ശേഷം അടുത്തുള്ള ഷോപ്പിൽ കയറി അവിടെ നിന്ന് വലിയ ഒരു ചുറ്റിക വാങ്ങുകയാണ്. അതിനുശേഷം അഫാൻ വാങ്ങുന്നത് അപ്പുറത്ത് നിന്ന് എലിവശമാണ്, അത് അഫാൻ തന്നെ കഴിക്കാനുള്ളതാണ്. അതും വാങ്ങി തിരിച്ച് അഫാൻ നേരെ വീട്ടിലേക്ക് വരികയാണ്. ആ വീട്ടിൽ വന്നതിന് ശേഷം ഉമ്മാൻ്റെ ചെറിയ ഒരു ഞെരുക്കം കേട്ടതിന് ശേഷം അഫാൻ നോക്കുമ്പോൾ ഉമ്മ മരിച്ചിട്ടില്ല എന്ന് അഫാന് മനസ്സിലാകുകയാണ്. അഫാൻ വളരെ മനുഷ്യത്വത്തിൻ്റെ യാതൊരു പ്രതീകവും കാണിക്കാത്ത വൃത്തിഹീനമായ ആ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് മൃഗത്തിനേക്കാൾ അധപ്പതിച്ച് സ്വന്തം ഉമ്മ ഒന്ന് നോക്കുന്നത് കണ്ടപ്പോൾ ആ ചുറ്റിക കൊണ്ട് ഉമ്മാൻ്റെ തലക്കിട്ടടിക്കുകയാണ്. അടിച്ചു പൊട്ടിച്ച് രക്തം ചീന്തിയതിന് ശേഷം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അഫാൻ ഉമ്മാനെ അവിടെ ഉപേക്ഷിക്കുകയാണ്. അതിനുശേഷം അഫാൻ പോകുന്നത് 25 കിലോമീറ്റർ അപ്പുറമുള്ള പിതൃ സഹോദരനെയും ഉമ്മാനെയും കൊല്ലാനാണ്. അതുപോലെ തന്നെ അവരുടെ ഭാര്യയെയും. എന്താണ് കാരണമെന്ന് വെച്ചാൽ ഇവരുടെ വലിയ ഒരു കടബാധ്യത ഇവർക്കുണ്ടായിരുന്നു. ഏകദേശം 12 ആൾക്കാരിൽ നിന്ന് 65 ലക്ഷത്തോളം രൂപയാണ് ഈ ഉമ്മയും മകനുമായി കടം വാങ്ങിയത്, ബാപ്പാൻ്റെ കടം വീട്ടാൻ വേണ്ടിയും മറ്റും. അതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായപ്പോൾ ഈ പിതൃ സഹോദരനും അതുപോലെ തന്നെ ഉമ്മയും ഒന്നും സഹായിച്ചില്ല എന്നാണ് നമ്മുടെ അഫാൻ പറഞ്ഞത്. ഈ അഫാൻ്റെ എന്താണ് അടുത്തുള്ള ഒരു നാട്ടുകാർ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചത്. അവനും എൻ്റെ ഉമ്മായുമായിട്ട് വന്ന് മേടിച്ചോണ്ട് പോയി. പിന്നീട് അവർ പല ദിവസവും അവൻ്റെ മരക്കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് 2 മാല, 2 പേരായിട്ട്. ഒരു മാല അവർ കഴുത്തിയിട്ടേക്കും, ഒരു മാല ഇവിടെ വെച്ചേക്കും. അപ്പോൾ ഈ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നിയായിരിക്കും അത് ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന്. പിന്നെ മോളെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തോന്ന് തന്നെ പറഞ്ഞു. അതിൽ ഇരട്ടയാണ്, ഒരാണും ഒരു പെണ്ണും. ആണാൾ കൊടുത്ത് പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്ത് അവർ കഴുത്തിയിട്ടുണ്ട്. ഈ മാല പല ദിവസവും ഇവ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേട്ട് കാണും എന്താണ് സംഭവമെന്ന്. ഈ മാല പണയം വെക്കാൻ കൊടുക്കാത്ത ആ കൊടിയ ദേഷ്യം, ആ വൈരാഗ്യം മനസ്സിൽ കാത്തു സൂക്ഷിച്ച് നടക്കുകയാണ് നമ്മുടെ അഫാൻ. അങ്ങനെ ആ ഉമ്മാനെ വളരെ നിർദാക്ഷിണ്യം അടിച്ച്
കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം പോകുന്നത് അവരുടെ പിതൃ സഹോദരൻ ലത്തീഫിൻ്റെ അടുത്തേക്കാണ്. ആ ലത്തീഫിനെ വളരെ മൃഗീയമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ മനുഷ്യത്വത്തിൻ്റെ യാതൊരു ലേശം ഉളുപ്പുമില്ലാത്ത രീതിയിൽ ഇരുന്ന ഇരുപ്പിൽ കസാലയിലിരുത്തി അടിച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്. ആ മനുഷ്യൻ്റെ എന്താണ് അദ്ദേഹത്തിന് ഇത്രയും പക ഉള്ളതാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഉപ്പയുള്ള കാലത്ത് നല്ല അടിപൊളി ജീവിതമായിരുന്നു അയച്ചത്. എന്നാൽ കടബാധ്യതയിലായതിനു ശേഷം അദ്ദേഹത്തിന് പഴയ ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ വേണ്ടി സാധിച്ചില്ല. അതിനിവർ സഹായിച്ചില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ വെറും ഉപദേശം മാത്രമാണ് കൊടുത്തത്. അതിനുശേഷം അവരുടെ ഭാര്യയെയും അടുക്കളയിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി കൊലപ്പെടുത്തുകയാണ്. വളരെ ദാരുണമായ ഒരു സംഭവം, വളരെ മൃഗീയമായ ഒരു സംഭവം എന്നല്ലാതെ മനസാക്ഷിയെ ഒട്ടും തന്നെ ദഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തത്. അതിനുശേഷം ബൈക്ക് എടുത്ത് പോവുകയാണ്. അതിനുശേഷം ബൈക്ക് എടുത്ത് പോയതിന് ശേഷം അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാമുകിയെ വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം ആ കാമുകി പറയുകയാണ് ട്യൂഷൻ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ആ സമയത്ത് തൻ്റെ അനുജനെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി കുഴിമന്തി വാങ്ങാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് അനുജനെ പറഞ്ഞേക്കുകയാണ്. ആ അനുജൻ കുഴിമന്തി വാങ്ങാൻ പോയ തക്കത്തിന് ഫർസാന എന്ന് പറയുന്ന അവരുടെ കാമുകിയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി. അതിനിടയിൽ 10 മിനിറ്റ് സമയം ഈ മനുഷ്യൻ അവിടെ നിന്ന് നന്നായി മദ്യപിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഒരു കുപ്പി മദ്യവും കയ്യിൽ കരുതുന്നുണ്ട്. അതിനുശേഷം ഫർസാന എന്ന് പറയുന്ന കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി അനുദാരുണമായി അതുപോലെ തന്നെ യാതൊരു ഉളുപ്പമില്ലാത്ത രീതിയിൽ അടിച്ച് കൊലപ്പെടുത്തുന്നതാണ് കണ്ടത്. ഞാനില്ലാത്ത ലോകത്ത് തൻ്റെ കാമുകിയും ജീവിക്കേണ്ട, അവൾക്ക് അങ്ങനെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത്. അങ്ങനെ അവളെയും ശരിപ്പെടുത്തുന്നു. അതിനുശേഷം മദ്യപിക്കുന്നു. ബാക്കിയുള്ള മദ്യം കൂടി അദ്ദേഹം അകത്താക്കിയതിന് ശേഷം അദ്ദേഹം കാത്തിരിക്കുകയാണ് തൻ്റെ അനുജനെ. അതിനുശേഷം ഏറ്റവും അവസാനമായി അഫ്സാൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആ സ്കൂളിലും ആ നാട്ടിലും എല്ലാം ആ മകനെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആരോടും മൂക്കെടുത്ത് ഒന്നും തന്നെ പറയാത്ത വളരെ സ്നേഹനിധിയായ എന്ത് പറഞ്ഞാലും പുഞ്ചിരി കൊണ്ട് ആൾക്കാരെ നേരിടുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. തലേ ദിവസം സ്കൂളിൽ പോയി പരീക്ഷ എഴുതി വന്ന മകനാണ്. ആ മകനെ അന്ന് യാതൊരു നിർദാക്ഷിണ്യവുമായ രീതി, യാതൊരു കരുണയുടെ ഒരു അംശം പോലും ആ മനസ്സിൽ ബാക്കി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിർദാക്ഷിണ്യം അടിച്ച് കൊലപ്പെടുത്തുകയാണ്. കണ്ണുകൾ വരെ വിരൂപമാക്കിയിട്ടാണ് ആ അനുജനെ അവൻ കൊല ചെയ്യുന്നത്. എന്താണ് സുഹൃത്തുക്കളെ ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഇത്തരം മൃഗത്തിൻ്റെ സ്വഭാവമുള്ള ഈ മനുഷ്യനെ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് തീറ്റിപ്പോറ്റി 10-15 കൊല്ലം അവയെ ജയിലിടുന്നതിന് പകരം എത്രയും പെട്ടെന്ന് കഴുകുമരത്തിലേക്ക് കൊണ്ടുപോയി കൊന്നു കളയണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം മനുഷ്യന്മാർ സമൂഹത്തിൽ ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഷമി എന്ന് പറയുന്ന അവരുടെ ഉമ്മ മരിച്ചിട്ടില്ല. ആ അടി കൊണ്ടിട്ട് പോലും, തല പിളർന്നിട്ട് പോലും ആ ഉമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഡോക്ടർ പറയുന്നത് കേൾക്കാം. ഷമീനയുടെ തലച്ചോറിന്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ഡോക്ടർ പറയുന്നത് ഷമി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ തലയോട്ടിൽ നീരിറക്കം നിന്നിട്ടുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും വലിയ ഒരു പുരോഗതി തന്നെയാണ് അവരുടെ ചികിത്സയിൽ ഉണ്ടായത്. തീർച്ചയായിട്ടും അവർ സംസാരിക്കുന്നുണ്ട്, അവർക്ക് ആളെയെല്ലാം മനസ്സിലാവുന്നുണ്ട്. ബോധം വന്നപ്പോൾ അവർ ചോദിക്കുന്നത് അഫ്സാൻ എന്ന് പറയുന്ന ചെറിയ മകനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും വീട്ടിൽ നടന്ന ബാക്കി കൊലപാതകങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഈ ഷമി എന്ന് പറയുന്ന ഉമ്മാക്ക് ഇപ്പോൾ യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായി പോലീസുകാർ അവിടെ എത്തിയപ്പോൾ അവരോട് പറഞ്ഞത് എന്താണ്? മജിസ്ട്രേറ്റിന് കൊടുത്ത വിവരം എന്ന് പറഞ്ഞാൽ തൻ്റെ കട്ടിൽ നിന്ന് താഴെ വീണ് എൻ്റെ തല അടിച്ചതാണ് എന്നാണ്. തൻ്റെ മകൻ തന്നെ കൊല്ലാൻ നോക്കിയെന്നോ തലക്കടിച്ച് പൊട്ടിച്ചെന്നോ ഒന്നും ഉമ്മ പറയുന്നില്ല. ഒരു ഉമ്മയുടെ സ്നേഹമാണ് അതിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ അഫാൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് യാതൊരുവിധ കുറ്റബോധമോ താൻ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുള്ളതായോ ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മൊഴി കൊടുക്കുന്നുണ്ട്. യാതൊരു കൂസലുമില്ലാതെ അദ്ദേഹം ഇപ്പോൾ എലിവേഷൻ കഴിച്ച് 72 മണിക്കൂർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 72 മണിക്കൂർ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. എന്നാൽ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത് യാതൊരു കുറ്റബോധവും ഇല്ല ചെയ്ത കാര്യത്തിൽ എന്നാണ്. തീർച്ചയായിട്ടും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. ഇത് ശാസ്ത്രത്തിൽ പോലും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് 5 കുടുംബക്കാരെ നിർദാക്ഷിണ്യം
കൊന്നുകളയുകയാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തത്. തീർച്ചയായിട്ടും നിയമത്തിൻ്റെ കുരുക്കുമരത്തിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇനിയും നല്ലൊരു വീഡിയോവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.